ഒരു കുടുംബത്തിലെ 3 പേരെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ് അയൽക്കാരൻ. പ്രതി മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണെന്നും മദ്യപാനിയാണെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. യാതൊരു പ്രകോപനവുമില്ലാതെ പിന്നെ എന്തിനാകും ഇയാൾ ഒരു കുടുംബത്തിലെ 3 പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക? ജാർഖണ്ഡിലെ ബൊക്കാറോ ജില്ലയിൽ ഇന്നലെയാണ് ഈ കൂട്ടക്കൊലപാതകം നടക്കുന്നത്. രാവിലെ തന്റെ കൃഷിയിടത്തിലേക്ക് പോവുകയായിരുന്നു ജാനകി മഹാതോ എന്ന കർഷകൻ. അപ്പോഴായിരുന്നു അയൽവാസിയായ രാജു സിംഗ് കോടാലിയുമായി എത്തി ഇയാളെ ആക്രമിക്കുന്നത്. ആക്രമണത്തിൽ തലയിലും കഴുത്തിലും വെട്ടേറ്റ ജാനകി മഹാതോയുടെ നിലവിളി കേട്ടാണ് അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ സുഗിയാദേവി ഓടിയെത്തുന്നത്. എന്നാൽ അവിടെ വെച്ച് അവരും ക്രൂരമായി ആക്രമിക്കപ്പെടുകയായിരുന്നു. ബഹളം കേട്ട് സ്ഥലത്തെത്തിയവരുടെ മരുമകൾ ഗൗരി ദേവിയെയും കോടാലി ഉപയോഗിച്ച് പ്രതി അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെയും ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ 3 പേരും മരണപ്പെടുകയായിരുന്നു. ഇരു കുടുംബങ്ങളും തമ്മിൽ ഇതിനു മുൻപോ സംഭവം നടന്നെന്നോ യാതൊരു തരത്തിലുള്ള തർക്കമോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാണ് അയൽക്കാർ പറയുന്നത്. അമിത മദ്യപാനിയും മാനസികാസ്വാസ്ഥ്യമുള്ള ആളുമാണ് പ്രതിയായ രാജു സിംഗ്. ഇതാകാം ഇത്തരം ഒരു ആക്രമണത്തിന് കാരണമെന്നാണ് നാട്ടുകാരും പോലീസും വ്യക്തമാക്കുന്നത്. एक हत्या का मामला लोगों के सामने आया है। एक राजू सिंह नाम का व्यक्ति जो खराबी प्रवृत्ति का आदमी है, वो अपने पड़ोस में रहने वाले 3 व्यक्तियों की हत्या कर दी है। त्वरित कार्रवाई करते हुए पुलिस ने नवादा थाना कांड संख्या 7026 दर्ज कर अभियुक्त राजू सिंह को गिरफ्तार कर लिया है और उसे जुडिशियल कस्टडी के लिए भेजा गया है। कारण आपसी विवाद है, डिटेल में हम लोग इसका अनुसंधान करें, अनुसंधानोपरांत आपको और जानकारी दी जाएगी। आदतन वो शराबी प्रवृत्ति का आदमी है, अपने घर में अपने परिवार में माँ पिता को भी वो मारकर बाहर भगा दिया है. 3 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടത്തിനായി ബൊക്കാറോ സദർ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണിപ്പോൾ. പ്രതിക്ക് അക്രമാസക്തമായ പെരുമാറ്റ രീതി ഉണ്ടായിരുന്നതായാണ് പോലീസ് പറയുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇയാൾ ഭാര്യയെ കോടാലി കൊണ്ട് ആക്രമിക്കുകയും പ്രായമായ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇയാൾ ഒറ്റയ്ക്കായിരുന്നു ആ വീട്ടിൽ താമസം. സംഭവത്തിന് പിന്നാലെ തന്നെ രാജു സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പ്രതി ഇത്തരത്തിൽ മുൻപും ആക്രമണം നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ പരിഗണിച്ചാകും പോലീസ് മുന്നോട്ട് നീങ്ങുക എന്നാണ് പുറത്തുവരുന്ന വിവരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.